കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി അറസ്റ്റ് ചെയ്ത PR അരവിന്ദാക്ഷൻ ഇന്നലെ വൈകിട്ട് ജന്മനാട്ടിലെത്തി. തിങ്കളാഴ്ച കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും കോടതിയുടെ പരിധി വിട്ടു പോകരുതെന്ന ഉപാധിയിലെ അനിശ്ചിതത്വം മൂലം അരവിന്ദാക്ഷൻ എറണാകുളത്തായിരുന്നു. വിദഗ്ധ നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്നലെ വീട്ടിലേക്ക് തിരിച്ചത്. CPM അത്താണി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ രാത്രി 8-നെത്തിയ അരവിന്ദാക്ഷനെ ലോക്കൽ സെക്രട്ടറി KR ഉദയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. P. മോഹൻദാസ്, VB പീതാംബരൻ, CL തോമസ്, SB ഐശ്വര്യ, ധന്യ നിതിൻ, ഷാജു ജോസ് എന്നിവർ സ്വീകരണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കരുവന്നൂർ കേസിൽ താൻ പങ്കാളിയല്ലെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അരവിന്ദാക്ഷൻ വ്യക്തമാക്കി. നീതിപീഠത്തിൽ വിശ്വാസമുണ്ടെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നതിന്റെ തെളിവാണ് ഇഡിക്കെതിരെയുള്ള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രഖ്യാപനത്തെ കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസ് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അരവിന്ദാക്ഷൻ പ്രതികരിച്ചു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഇന്ന് എല്ലാ കാര്യങ്ങളും സുതാര്യ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് കോപ്പി കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാധ്യമധർമ്മം നന്നായി ചെയ്യുക. നിങ്ങൾക്കറിയാലോ, ആ വിധിനകത്ത് പറയുന്നുണ്ടല്ലോ അതൊക്കെ. ഹൈക്കോടതി പറയുന്നതല്ലോ, PR അരവിന്ദാക്ഷൻ പറയുന്നതല്ലോ. ഇത്രയും വലിയ നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി തരുന്നൊരു ഉത്തരവിന്റെ ഭാഗമായിട്ടുള്ള സംഗതി അങ്ങനെയാണല്ലോ എനിക്ക് ജാമ്യം കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ കോപ്പി തരാം. ജാമ്യത്തെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിക്ക് പോകുന്ന ഒരു നീക്കം നടത്തുന്നുണ്ട്. അല്ല, ഇത് തുടക്കം തൊട്ടുള്ള സത്യാവസ്ഥമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ കുറ്റവാളി അല്ല എന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞത് അതിനെ വകവയ്ക്കാതെ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നിയമവശമായ കാര്യങ്ങൾ ഞാൻ ഈ നിലവിൽ നീതിപീഠത്തിനോട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതായത് ഞങ്ങള് നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും. ജില്ലാ സെക്രട്ടറി അടക്കം പറഞ്ഞത് പാർട്ടി അപമാനിക്കാൻ വേണ്ടി നടത്തിയ ഒരു അറസ്റ്റാണ് ഇതെന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണല്ലേ? അല്ല, നിങ്ങൾക്ക് പറയാലോ, അത് ഇതുണ്ടായിട്ടുള്ള സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയും ചെയ്യാലോ. ഒരു വർഷത്തോളം ജയിൽവാസം അനുഭവിക്കേണ്ടി അതിനെ കുറിച്ച് 15 മാസം തന്നെയുണ്ട് എന്തായാലും. അപ്പൊ എന്തായാലും നിങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവരും അഭിവാദ്യങ്ങൾ. ശരി.